സ്വാഗതം ഡോക്ടർ മോഹൻ വർഗീസ്. ഈ 2014 മുതൽ BJP ഹിന്ദി ഹൃദയഭൂമിയൊക്കെ തന്നെ പിടിച്ചെടുത്തു. പിന്നീട് അങ്ങോട്ട് ഈ ദക്ഷിണേന്ത്യയിലേക്കായിരുന്നു നോട്ടം മുഴുവൻ. അതിൽ പൂർണ്ണമായ വിജയമൊന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് തമിഴ്നാട്, കേരളം ഇവിടെയാണ് ഏറെ കണ്ണു പതിപ്പിച്ചിരിക്കുന്നത്. അക്കൂട്ടത്തിൽ ഒരു പ്രഥമ സ്ഥാനം തമിഴ്നാടിനുണ്ട്. തമിഴ്നാട്ടിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ അണ്ണാമലൈ എന്ന ആ ഒരു പ്രഗത്ഭനെയാണ് ഇറക്കിയിരിക്കുന്നത്. അണ്ണാമലൈ പല കാര്യങ്ങളിലും ഇടപെടൽ നടത്തുന്നത് വളരെ ജനകീയമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും വാർത്തയിലും ഒക്കെ കണ്ടു കഴിഞ്ഞതാണ്. അദ്ദേഹം സ്വയം ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഒരു രീതി. സാധാരണ നമ്മൾ ഈ ചില സർക്കസുകാരൊക്കെ ഈ തെരുവ് ഓരങ്ങളിൽ കാണിക്കുന്ന തരത്തിലുള്ള അതല്പം തരം താണുപോയോ എന്ന് ചിലർ ചോദിക്കും. പക്ഷേ ആ പീഡനമേറ്റ ഒരു പെൺകുട്ടിയോട് അനുഭാവം രേഖപ്പെടുത്തുന്ന അത്തരത്തിൽ അവരോടൊപ്പം നിൽക്കുന്നു, ഇരയുടെ വേദനയിൽ പങ്കുചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു സാക്ഷിയായി മാറുകയല്ലേ അണ്ണാമലൈ ചെയ്തിരിക്കുന്നത്. അനീതിക്കെതിരെ ചാട്ടവാറെടുക്കുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, തമിഴ്നാടിൻ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ ചാട്ടവാറെടുത്ത് പ്രതിയോഗികളെ പ്രഹരിക്കുകയല്ല, മറിച്ച് സ്വന്തം ദേഹത്ത് പ്രഹരമേൽപ്പിക്കുന്നു. ചെരുപ്പിടാതെ നടക്കുകയാണ്. ഒരുപക്ഷെ MK സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന തമിഴ്നാടിൻ്റെ DMK സർക്കാർ നിലം പതിക്കുന്നത് വരെ, അവരെ പുറത്താക്കുന്നത് വരെ താൻ ചെരുപ്പിടില്ല, സ്വയം പീഡനത്തിൻ്റെ നാളുകളായിരിക്കും എന്നെല്ലാം പറയുമ്പോൾ ഒരു കോമാളി വേഷമാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. പക്ഷേ തമിഴ് മനസ്സിനെ അടുത്തറിയാൻ ശ്രമിച്ചാൽ ഈ കോമാളി വേഷത്തിന് ഉപരിയായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് സംഘകാലത്തേക്ക് ആ ഒരു ചിന്തയെ നമുക്ക് കൊണ്ടുപോകേണ്ടി വരും. സംഘകൃതികളിലെല്ലാം അകനാനോടിലും പുറനാനോടിലും പതിറ്റിപ്പത്തിലും നറ്റിണയിലും പരിപാടിലും എല്ലാം കാണുന്ന ഒരു ചിത്രമുണ്ട്. തമിഴ്നാടിൻ്റെ പ്രാചീന തമിഴകത്തിൻ്റെ വാക്ചിത്രങ്ങൾ, ആ ചിത്രങ്ങളിൽ പെടുന്നതാണ് വടക്കിരിക്കൽ എന്നൊരു സമ്പ്രദായമുണ്ട്. ഒരു രാജാവ് വീരനാണ്, ധീരനാണ്. അദ്ദേഹം തോറ്റ് പുറംതിരിഞ്ഞോടിയാൽ മുതുകത്ത് വിട്ട് വീണ് കഴിഞ്ഞാൽ ജയിച്ചു നിൽക്കുന്ന സൈന്യത്തിൻ്റെ തലവനായ രാജാവാണെങ്കിൽ പോലും അദ്ദേഹം ഒറ്റ ഇരിപ്പങ്ങോട്ടിരിക്കും. വടക്കിരിക്കൽ എന്നാണ് പറയുക. അതായത് ധീരന് മാത്രമേ രാജാവാകാൻ പറ്റൂ. വടക്കിരുന്ന് ജലപാനമില്ലാതെ വടക്കിരുന്ന് മരിക്കും. പുറത്തൊരു പോറലെങ്കിലും ഏറ്റാൽ, നേരെ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ നെഞ്ചിലാണ് പോറലേൽക്കുന്നത്, അല്ലെങ്കിൽ ദേഹത്താണ്. പുറം തിരിഞ്ഞ് ഓടുമ്പോൾ മാത്രമാണ് പുറത്ത് പ്രഹരമേൽക്കുന്നത്. അതാണ് വടക്കിരിക്കൽ. അതുപോലെ തന്നെ മടലേറൽ എന്ന് പറയുന്ന ഒരു മടലേറൽ ഈ പ്രേമവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു കന്യയെ പ്രണയിച്ച് ആ പ്രണയം കന്യക നിരസിച്ചാൽ അഴകനായ നായകൻ, ധീരനായ നായകൻ ചെയ്യുന്ന പണിയാണ് ഒരു പൊയ് രൂപമുണ്ടാക്കും, ഒരു കുതിര ഉണ്ടാക്കും, പൊയ്ക്കുതിര, മടൽ എന്ന് പറയും. മടലേറൽ, അതിൻ്റെ പുറത്ത് കയറി ആ ഭവനത്തെ നോക്കി, പെൺകുട്ടിയുടെ ഭവനത്തെ നോക്കി ഒരു ഇരിപ്പാണ്. പെൺകുട്ടിയുടെ മനസ്സിളകി വരുന്നത് വരെ ഒറ്റ ഇരിപ്പാണ്. അതുപോലെ തന്നെ ജല്ലിക്കെട്ട് നമുക്കറിയാം ഇല്ലേ? എറുതെഴുതൽ, മഞ്ചു വിരട്ടൽ എന്നൊക്കെ പറയുന്ന ധീരതയുടെ പ്രതിരൂപമായ പോത്തിനെ അല്ലെങ്കിൽ ഇറുകാളയെ മെരുക്കിയെടുക്കുന്ന, അതിൻ്റെ കൊമ്പിൽ പിടിച്ച് അതിനെ വരുതിയിലാക്കുന്ന ഒരു ധീരം. അപ്പോൾ ഈ വീര ഇതിഹാസങ്ങളാൽ വിരചിതമാണ് തമിഴ്നാടിൻ്റെ ഒരു ഗതകാല പ്രതാപത്തിൻ്റെ നാളുകൾ. അത് പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോഴും തമിഴ് വികാരമെന്ന് പറയുന്നത് അത്രയ്ക്കൊരു മുല്ലപ്പെരിയാർ വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. കേരളത്തിലുള്ള പ്രക്ഷോഭത്തിൻ്റെ 10 ഇരട്ടിയാണ് ഒരേ വിഷയത്തിൽ അതിർത്തിക്കപ്പുറത്തുള്ള പ്രക്ഷോഭം. ഇത് തമിഴ്നാടിൻ്റെ BJPയുടെ തലപ്പത്തുള്ള അണ്ണാമലയ്ക്ക് വ്യക്തമായൊരു മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ട് BJP നേതൃത്വം. തമിഴ്നാട് പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ദ്രാവിഡ പാർട്ടികളുടെ അപ്രമാദിത്വം അവസാനിപ്പിക്കുക. ഒന്നുകിൽ കരുണാനിധിയുടെ DMK, ഇപ്പോൾ MK സ്റ്റാലിൻ്റെ DMK, അതിനുശേഷം ഉദയനിധി സ്റ്റാലിൻ രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഉദയനിധി സ്റ്റാലിൻ ആയിരിക്കും, സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി ആയിരിക്കും ഭാവിയിലെ DMKയുടെ മുഖം. അതുപോലെ പുതിയൊരു താരോദയം സംഭവിച്ചിരിക്കുന്നു. അവിടെയും ദ്രാവിഡ രാഷ്ട്രീയം തന്നെയായിരിക്കും വരുന്നത്. അത് സിനിമാ താരം വിജയിൻ്റെ ഒരു രാഷ്ട്രീയ കക്ഷി അത് ഉദയം ചെയ്തിരിക്കുന്നു. അപ്പോൾ പുതിയ പുതിയ പരീക്ഷണങ്ങൾ തമിഴ്നാട്ടിൽ വരികയാണ്. അങ്ങനെയെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നാളിതുവരെ പരീക്ഷിച്ച് പരാജയപ്പെട്ട ഫോർമുലകൾ സ്വല്പം മാറ്റിപ്പിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കുന്തമുനയായി നിൽക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന പോലീസ് ഓഫീസർ
പോലീസ് ഓഫീസർ അണ്ണാമലൈ IPS ഓഫീസറായിരുന്നു, കർണാടകത്തിൽ ജോലി ചെയ്ത ആളാണ്, ചെറുപ്പക്കാരനാണ്. അദ്ദേഹം BJPയുടെ തലപ്പത്തേക്ക് വന്നപ്പോൾ BJPയുടെ നേതൃത്വം, തമിഴ്നാട്ടിലെ BJPയുടെ നേതൃത്വത്തിൻ്റെ നെറ്റി ചുളിഞ്ഞു പലരുടെയും. അവരുടെ എല്ലാം തലയ്ക്ക് മുകളിലൂടെയാണ് സംസ്ഥാന അധ്യക്ഷനായി ഇദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചത്. അത് മാത്രമല്ല BJPയുടെ സഖ്യകക്ഷികൾ, പ്രത്യേകിച്ചും അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ ഒരുപക്ഷെ EPS എടപ്പാടി പളനിസ്വാമിക്ക് അത്ര സ്വീകാര്യനല്ല അണ്ണാമലൈ. അത് മാത്രമല്ല പട്ടാളി മക്കൾ കക്ഷി മറ്റൊരു സഖ്യകക്ഷിയാണ് PMK. പട്ടാളി മക്കൾ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം അണ്ണാമലൈ അത്ര അഭിമതനായ ഒരാളല്ല. അതുകൊണ്ട് അവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കണം, BJPയുടെ സംഘടനാ സംവിധാനത്തെ തഴുകി ഉണർത്തണം, ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഒരു മറുപുറമായി പുതിയൊരു രാഷ്ട്രീയ ഭൂമിക തമിഴ്നാട്ടിൽ വെട്ടിത്തുറക്കണം. അങ്ങനെയെങ്കിൽ സർട്ടൻ ഗിമിക്സ്, സർട്ടൻ പൈറോടെക്നിക്സ് അല്ലെങ്കിൽ ഹിസ്റ്ററിയോണിക്സ് നീഡഡ് എന്നൊരു ചിന്തയാണ് അണ്ണാമലയെ കൊണ്ട് ഇതുപോലെയുള്ള കത്തിവേഷങ്ങൾ കെട്ടി ആടാൻ നിർബന്ധിതമാക്കുന്നതെന്നാണ് എൻ്റെ ടേക്ക്. ഈ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമാണ് നമ്മൾ കാണുന്നത്. അത് പിന്നെ അത്ര പെട്ടെന്ന് അങ്ങോട്ട് കടപുഴക്കി എറിയുക എന്ന് പറയുന്നതും വളരെ ക്ലേശകരമാണ്. പക്ഷേ മുൻകാലങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ സിനിമാക്കാരുടെ ഒരു പരിവേഷം അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെയാണ് ഇപ്പോൾ അവിടെ തകിടം മറിക്കാൻ പോകുന്നത്. ഈ സിനിമയെ, അവിടുത്തെ സാംസ്കാരിക ജീവിതവുമായി സിനിമയെ വേറിട്ട് കാണാനാവില്ല. ഞാൻ മുൻപ് സംഘ കാലഘട്ടത്തിലെ വിനോദങ്ങളെക്കുറിച്ച് പറഞ്ഞു. സിനിമ ഇല്ലായിരുന്നു അന്ന്. ഇടതെഴുതലും മഞ്ചു വിരട്ടലും അതായത് കാളയോട്ടങ്ങളൊക്കെ ആയിരുന്നു അന്നത്തെ വിനോദങ്ങൾ. ഇപ്പോഴത്തെ പ്രധാന വിനോദം സിനിമയാണ്. അപ്പം ജനമനസ്സുകളിൽ സിനിമാ താരങ്ങൾ തീർച്ചയായിട്ടും ചിരപ്രതിഷ്ഠ, കേരളത്തിലെ പോലെ അല്ല ഒരു മൈൻഡ് സെറ്റ്. അതുകൊണ്ടാണ് MGR, കരുണാനിധി പോലും സിനിമാക്കാരൻ തന്നെയല്ലേ, തിരക്കഥാകൃത്താണ്, കലൈഞ്ചർ, വിവരമുള്ള ആൾ കലൈഞ്ചർ കരുണാനിധി, അതുപോലെ ഉദയനിധി സ്റ്റാലിൻ സിനിമ താരം കൂടിയാണ്. രജനികാന്തിൻ്റെ സിനിമാ രംഗത്ത് നിന്ന് രാഷ്ട്രീയ രംഗത്തേക്കുള്ള പ്രവേശം ചില കാരണങ്ങളാൽ വേണ്ട എന്ന് വെച്ചു. പക്ഷേ വിജയ് കടന്നു വന്നിരിക്കുന്നു. MGR വിജയഗാഥകൾ എഴുതിയതാണ്. അതിനുശേഷം വന്ന് ജയലളിത എഴുതിയ വിജയഗാഥകൾ നമ്മൾ കണ്ടു. അപ്പോൾ എപ്പോഴും ഒരു സിനിമ ടച്ച് ഉണ്ട്. MK സ്റ്റാലിൻ സിനിമാക്കാരനല്ല എങ്കിൽ പോലും സിനിമാ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയെങ്കിൽ സിനിമ എന്നത് മനുഷ്യ മനസ്സുകളെ ഇളക്കി മറിക്കുന്ന ഒരു കാര്യമാണ്. അതിന് പകരം വയ്ക്കാൻ ഒരു പ്രത്യയശാസ്ത്രത്തിന് കഴിയില്ല. ഒരു ദ്രവീഡിയൻ പ്രത്യയശാസ്ത്രമാണ്. അതായത് ആൻറ്റി ഹിന്ദി അല്ലെങ്കിൽ ആൻറ്റി ബ്രാഹ്മണിക്കൽ ഒരു പ്രത്യയശാസ്ത്രം. അതാണല്ലോ ദ്രവീഡിയൻ രാഷ്ട്രീയം. അത് DMK ആണെങ്കിലും അണ്ണാ DMK ആണെങ്കിലും PMK ആണെങ്കിലും MDMK ആണെങ്കിലും DMDK ആണെങ്കിലും എല്ലാം തന്നെ ദ്രാവിഡ സ്വത്വം ഉയർത്തിപ്പിടിക്കുന്നു. ഇപ്പോൾ ഇത് വിജയ് കക്ഷി പോലും ദ്രാവിഡ രാഷ്ട്രീയത്തെ പൂർണ്ണമായി തള്ളിപ്പറയാൻ ആവാത്ത ഒരു നിലയിലാണ്. അങ്ങനെയെങ്കിൽ ഒരു ദേശീയ കക്ഷിയായ, പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമിയിൽ ആഴത്തിൽ വേരോട്ടമുള്ള BJPക്ക് തമിഴ്നാട്ടിൽ വേരോട്ടം ഉണ്ടാകണമെങ്കിൽ ആ ഹിന്ദി ടാഗ് ആൻഡ് സവർണ ഹിന്ദു ടാഗ് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം. ആ ഒരു നിയോഗം കൂടി അണ്ണാമലയുടെ മേൽ വീണിരിക്കുന്നു. അതുകൊണ്ട് ഈ പരമ്പരാഗതമായ മാർഗങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അണ്ണാമലയ്ക്ക് വേണ്ട ശ്രദ്ധ കിട്ടില്ല. അതുകൊണ്ട് എല്ലാ കണ്ണുകളും തന്നിലേക്ക് കേന്ദ്രീകരിക്കണം. സ്വന്തം സംഘടനയ്ക്കുള്ളിൽ തന്നെ ഉയർന്നു വരുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയണം. പ്രതിയോഗികളെ ഒതുക്കണം. രണ്ടും ഫ്യൂച്ചറിസ്റ്റിക് പ്രതിയോഗികൾ അദ്ദേഹം കാണുന്നു. അത് ഉദയനിധി സ്റ്റാലിനും അതുപോലെ വിജയുമാണ്. അപ്പോൾ അവർക്ക് ഒരു പടി മേലെ നിൽക്കാൻ തക്ക തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമാണ് ചാട്ടവാർ എടുക്കുന്നതും ചെരുപ്പിടാതെ നടക്കുന്നതും. അതിനൊരു കാറ്റലിസ്റ്റായി മാറിയതാണ് ഒരു പെൺകുട്ടി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു ബിരിയാണി കച്ചവടക്കാരൻ അവളെ ബലാത്സംഗം ചെയ്തു. അത് ഒതുക്കാൻ അല്ലെങ്കിൽ ആ ക്രമസമാധാന നില പാലിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല, MK സ്റ്റാലിൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അണ്ണാമല ഉഗ്രമായി പ്രതികരിക്കുകയാണ്. പക്ഷേ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.